Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers is really important for improving your English speaking skills. Please watch the video till the end. I'm sure that this video will help you to learn English. മധ്യപ്രദേശിലാണ് സംഭവം. 50 കൗസ്, 50 പശുക്കൾ 50 പശുക്കളെ എറിഞ്ഞു. പത്രങ്ങൾ സാധാരണയായിട്ട് ഓക്സിലറി വെർബുകൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഇവിടെ ഇത് ഇങ്ങനെ വായിക്കണം: 50 കൗസ് വേർ ത്രോൺ. 50 പശുക്കളെ എറിഞ്ഞു. ഇൻറ്റു എന്നാൽ അതിലേക്ക് എന്നാണ് അർത്ഥം. സ്വോളൻ റിവർ എന്നാൽ അർത്ഥം മഴ പെയ്ത് പുഴ ഒരുപാട് സാധാരണ അവസ്ഥയിലും വെള്ളം കവിഞ്ഞൊഴുകുക, ഒരുപാട് വെള്ളമുള്ള അവസ്ഥ, അതാണ് ഇൻറ്റു സ്വോളൻ റിവർ. അത്തരത്തിലുള്ള ഒരു പുഴയിലേക്കാണ് 50 പശുക്കളെ എറിഞ്ഞത്. ഇൻ സാത്ന ഡിസ്ട്രിക്റ്റ്, ഈ ജില്ലയിലാണ് സംഭവം. 20 ഡെഡ്, 20 എണ്ണം മരണപ്പെട്ടു. 4 ബുക്ക്ഡ് ആഫ്റ്റർ വീഡിയോ ഗോസ് വൈറൽ. ബുക്ക് എന്നാൽ കേസെടുക്കുക എന്നാണ് അർത്ഥം. 4 പേരുടെ പേരിൽ കേസെടുത്തു. ആഫ്റ്റർ വീഡിയോ ഗോസ് വൈറൽ, വീഡിയോ വൈറലായി, അതിന് ശേഷം 4 പേർക്ക് എതിരായിട്ട് കേസെടുത്തു. ഇതാണ് തലക്കെട്ട്. 50 പശുക്കളെ പുഴയിലേക്ക്, നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന പുഴയിലേക്ക് എറിഞ്ഞു. അതിൽ 20 എണ്ണം മരണപ്പെട്ടു. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വീഡിയോ വൈറലായതിനു ശേഷം 4 പേർക്കെതിരെ കേസെടുത്തു. സാറ്റ്ന, ഓഗസ്റ്റ് 28. എ വീഡിയോ ഓഫ് സെവറൽ കൗസ്, ഒരു വീഡിയോ, സെവറൽ കൗസ്, ഒരുപാട് പശുക്കൾ, ബീങ് ത്രോൺ, എറിയപ്പെടുന്നു, ഇൻറ്റു എ സ്വോളൻ റിവർ, നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക്, ഇൻ സാത്ന ഡിസ്ട്രിക്റ്റ്, ഈ ജില്ലയിലാണ് സംഭവം. ഓഫ് മധ്യപ്രദേശിലെ ഈ ജില്ലയിൽ ഒരു വീഡിയോ കാണപ്പെട്ടു. അതിൽ ഒരുപാട് പശുക്കളെ എറിയുന്നു ഒരു നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന പുഴയിലേക്ക്. ബൈ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ്, ഒരു കൂട്ടം ആളുകളാണ് പശുക്കളെ എറിയുന്നത്. ഹാസ് ഗോൺ ഓൺ സോഷ്യൽ മീഡിയ, ആ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായി. പ്രൊംപ്റ്റിംഗ്, പ്രോത്സാഹിപ്പിക്കുന്നു. ദ പോലീസിനെ പ്രോത്സാഹിപ്പിക്കുന്നു. ടു രജിസ്റ്റർ എ കേസ് എഗെയിൻസ്റ്റ് 4 men, 4 പേർക്ക് എതിരായിട്ട് കേസെടുക്കാൻ പോലീസിനെ ഇത് പ്രേരിപ്പിച്ചു. അതിൻ്റെ ഫലമായിട്ട് പോലീസ് എഗെയിൻസ്റ്റ് എന്നാൽ എതിരായിട്ട്, മെൻ എന്നാൽ പുരുഷന്മാർ, 4 പുരുഷന്മാർക്കെതിരായിട്ട് കേസെടുത്തു. ആസ് പെർ ദ പ്രിലിമിനറി റിപ്പോർട്ട്സ്, പ്രിലിമിനറി എന്നാൽ അർത്ഥം പ്രാരംഭമുള്ള, പ്രാഥമികമായ, ഇതൊക്കെയാണ് അർത്ഥം. പ്രാഥമികമായ റിപ്പോർട്ടുകൾ പ്രകാരം 15 to 20 കൗസ്, 15 മുതൽ 20ഓളം പശുക്കൾ, ഹാവ് ഡൈഡ്, മരണപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ടുകൾ പറയുന്നത് പ്രകാരം ഇങ്ങനെയാണ്: ഇൻ ദ ഇൻസിഡൻറ്റ്, ഈ സംഭവത്തിൽ 15 മുതൽ 20ഓളം പശുക്കൾ മരണപ്പെട്ടിട്ടുണ്ട്. ദാറ്റ് ഒക്കേർഡ്, ഈ സംഭവം സംഭവിച്ചത് ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ദിവസമാണ്. അണ്ടർ ദ നഗോദ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സ്, ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിധികളിലാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ദ ഇൻഫോർമേഷൻ ഈസ് യെറ്റ് ടു ബി വെരിഫൈഡ്. യെറ്റ് എന്ന് ഉപയോഗിക്കുന്നത് ഒരു നെഗറ്റീവായിട്ട്, ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. പരിപൂർണമാകാത്ത ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് യെറ്റ് ഉപയോഗിക്കുന്നത്. ബട്ട് ദ ഇൻഫോർമേഷൻ ഈസ് യെറ്റ് ടു ബി വെരിഫൈഡ്, പക്ഷേ ഈ വിവരം ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. പോലീസ് സെഡ് ഓൺ വെനസ്ഡേ, ബുധനാഴ്ച ദിവസം പോലീസ് പറഞ്ഞു. സെഡ് എന്നാൽ പറഞ്ഞു. എ വീഡിയോ ഷോവിങ്, ഒരു വീഡിയോ കാണിക്കുന്നു. കൗസ് ബീങ് ത്രോൺ, പശുക്കൾ എറിയപ്പെടുന്നതായിട്ട് ഒരു വീഡിയോ കാണിക്കുന്നു. ബൈ സം പീപ്പിൾ, കുറച്ച് ആളുകൾ പശുക്കളെ എറിയുന്നതായിട്ടൊരു വീഡിയോ കാണിക്കുന്നു. ഇൻറ്റു സാത്ന റിവർ, സാത്ന പുഴയിലേക്ക്. അണ്ടർ എ റെയിൽവേ ബ്രിഡ്ജ്, ഈ റെയിൽവേ ബ്രിഡ്ജിന് താഴെയാണ്. നിയർ ബംഹോർ സർഫേസ്ഡ് ഓൺ ട്യൂസ്ഡേ ഈവനിങ്, ചൊവ്വാഴ്ച ദിവസം വൈകുന്നേരമാണ് ഈ വീഡിയോ കാണപ്പെട്ടത്. ടേക്കിംഗ് കൊഗ്നിസൻസ് ഓഫ് ദ വീഡിയോ ശ്രദ്ധയിൽപ്പെടുന്നു. അതിനെ തുടർന്ന് എ പോലീസ് ടീം, ഒരു പോലീസ് സംഘം, വാസ് സെൻറ്റ്, ഒരു പോലീസ് സംഘത്തെ അയക്കപ്പെട്ടു. എ പോലീസ് ടീം വാസ് സെൻറ്റ് ടു ദ സ്പോട്ട്. സ്പോട്ട് എന്നാൽ സംഭവസ്ഥലം എന്നാണ് അർത്ഥം. ഈ സംഭവസ്ഥലത്തേക്ക് ഒരു പോലീസ് ടീമിനെ
അയച്ചു. ടു കളക്ട് ഇൻഫർമേഷൻ, വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടിയിട്ട് ഈ സ്ഥലത്തേക്ക് ഒരു പോലീസ് ടീമിനെ അയച്ചു. ഫോളോവിങ് വിച്ച്, അതിനെ തുടർന്ന് എ കേസ് വാസ് രജിസ്റ്റേർഡ്, ഒരു കേസ് രജിസ്റ്റർ ചെയ്തു. നഗോദ് പോലീസ് സ്റ്റേഷൻ ഇൻചാർജ് അശോക് പാണ്ഡെ സെഡ്, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. 4 persons, 4 ആളുകൾ ഐഡൻറ്റിഫൈഡ്, തിരിച്ചറിഞ്ഞു. ആസ് ബേറ്റ ബഗ്രി, രവി ബഗ്രി, രംഫാൽ ചൗധരി ആൻഡ് രാജു ചൗധരി, ഈ പറഞ്ഞ 4 പേർ ഹാവ് ബീൻ ബുക്ക്ഡ്, ഈ 4 പേർക്കെതിരെ കേസെടുത്തു. അണ്ടർ റെലവൻറ്റ് സെക്ഷൻസ്, റെലവൻറ്റ് എന്നാൽ ഉചിതമായ, യോജിക്കുന്ന, തക്കതായ, ഇതൊക്കെയാണ് അർത്ഥം. തക്കതായ സെക്ഷനുകൾ പ്രകാരം ഇവർക്കെതിരെ കേസെടുത്തു. സെക്ഷൻസ് ഓഫ് മധ്യപ്രദേശ് ഗൗവൻഷ്വാദ് പ്രതിഷേധ് അധിന്യ, ഇത് മധ്യപ്രദേശിലെ ഒരു നിയമമാണ്. ഇത് പശുക്കളെ കൊല്ലുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നിയമമാണ്. ഇത് പ്രകാരം ഇവർക്കെതിരെ, ഈ 4 പേർക്കെതിരെ കേസെടുത്തു. ദ ലോ, മുമ്പ് പറഞ്ഞ ഈ നിയമം, ദാറ്റ് പ്രിവെൻസ്, അത് തടയുന്നു, ദ കില്ലിംഗ് ഓഫ് കൗസ് ഇൻ ദ സ്റ്റേറ്റ്, സംസ്ഥാനങ്ങളിൽ പശുക്കളെ കൊല്ലുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള നിയമമാണിത്. അത് പ്രകാരം അവർക്കെതിരെ കേസെടുത്തു. ആൻഡ് ഓൾസോ അണ്ടർ ദ ഭാരതീയ ന്യായ സംഹിത BNS, he said, ഈ പറയുന്ന ഈ വകുപ്പ് പ്രകാരവും ഇവർക്കെതിരെ കേസെടുത്തു. he said, അദ്ദേഹം പറഞ്ഞു, ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. BNS, ഇത് രാജ്യത്ത് വന്ന പുതിയ നിയമമാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഒരുപാട് വീഡിയോസുകൾ ലഭ്യമാണ്. ദ ഇൻസിഡൻറ്റ്, ഈ സംഭവം ഒക്കേർഡ്, സംഭവിച്ചത് ഓൺ ട്യൂസ്ഡേ, ചൊവ്വാഴ്ച ദിവസമാണ് ഈ സംഭവം സംഭവിച്ചത്. ഓൺ ട്യൂസ്ഡേ ആഫ്റ്റർനൂൺ, ചൊവ്വാഴ്ച ദിവസം ഉച്ചതിരിഞ്ഞ്. ഹി ആഡഡ്, അദ്ദേഹം ചേർത്തു പറഞ്ഞു. ആസ് പെർ ദ ഇനീഷ്യൽ ഇൻഫർമേഷൻ, ഇനീഷ്യൽ എന്നാൽ പ്രാഥമികമായ, പ്രാരംഭമായ, തുടക്കത്തിലുള്ള, ഇതൊക്കെയാണ് അർത്ഥം. തുടക്കത്തിലുള്ള വിവരങ്ങൾ അനുസരിച്ച്, വിവരങ്ങൾ പ്രകാരം, ദേർ വേർ എന്നാൽ ഉണ്ടായിരുന്നു, ഉണ്ടായിരുന്നു, എറൗണ്ട് എന്നാൽ ഏകദേശം, 50 cows, 50ഓളം പശുക്കൾ, ഏകദേശം 50ഓളം പശുക്കൾ ഉണ്ടായിരുന്നു. ആൻഡ് 15 to 20 ഓഫ് ദം ഡൈഡ്, അവകളിൽ 15 മുതൽ 20ഓളം പശുക്കൾ മരണപ്പെട്ടു. പ്രാഥമികമായ വിവരം പറയുന്നത് പ്രകാരമുള്ള വിവരമാണിത്. എ റെസ്ക്യൂ ഓപ്പറേഷൻ ഈസ് അണ്ടർ വേ, റെസ്ക്യൂ ഓപ്പറേഷൻ എന്നാൽ രക്ഷാദൗത്യം, ആ രക്ഷാദൗത്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹി സെഡ്, അദ്ദേഹം പറഞ്ഞു, മുമ്പ് പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ദ എക്സാക്ട് നമ്പർ, എക്സാക്റ്റ് എന്നാൽ കൃത്യമായ എണ്ണം, ഓഫ് കൗസ്, ദ എക്സാക്ട് നമ്പർ ഓഫ് കൗസ്, പശുക്കളുടെ കൃത്യമായ എണ്ണം, ത്രോൺ ഇൻ ടു ദ റിവർ, പുഴയിലേക്ക് എറിയപ്പെട്ട പശുക്കളുടെ കൃത്യമായ എണ്ണം, ആൻഡ് ദയർ ഡെത്ത് കൗണ്ട്, അവരുടെ മരണസംഖ്യയും വിൽ ബി നോൺ, അവ അറിയും. ആ കൃത്യമായ എറിയപ്പെട്ട പശുക്കളുടെ എണ്ണവും മരണപ്പെട്ട പശുക്കളുടെ എണ്ണവും അറിയും. ആഫ്റ്റർ ആൻ ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണത്തിന് ശേഷം. മിസ്റ്റർ പാണ്ഡെ ആഡഡ്, ഈ പാണ്ഡെ എന്നുള്ള ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ചേർത്തു പറഞ്ഞു. ഫേർദർ ഇൻവെസ്റ്റിഗേഷൻ, കൂടുതൽ അന്വേഷണം. ആൻഡ് എ മാൻഹണ്ട് എന്നാൽ അർത്ഥം ആൾവേട്ട എന്നാണ് അർത്ഥം. എന്തെങ്കിലും കുറ്റം ചെയ്ത വ്യക്തിയെ പിടികൂടാനുള്ള ശ്രമം, ആ ശ്രമവും അതുപോലെ കൂടുതൽ അന്വേഷണവും. ഫോർ ദ അക്യൂസ്ഡ് എന്നാൽ പ്രതികൾക്ക് വേണ്ടിയുള്ള കൂടുതൽ തിരച്ചിൽ ഈസ് അണ്ടർ വേ, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അന്വേഷണവും അതുപോലെ പ്രതികൾക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിലും നടന്നുകൊണ്ടിരിക്കുകയാണ്. ദ പോലീസ് പറഞ്ഞു.